ഹായ്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട് അല്ലേ? അതിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും കുഴപ്പം പിടിച്ച അവയവം കരളാണെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താ ഈ കരളിനോട് ഇത്ര ദേഷ്യമെന്ന്. നമ്മൾ ഈ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കുറേ ഇപ്പോഴത്തെ അല്ല, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അല്ല, 2K കിഡ്സിൻ്റെ കാര്യമല്ല പറയാം. പഴയ ആൾക്കാരൊക്കെ നമ്മൾ പലപ്പോഴും കരളേന്ന് സ്നേഹത്തോടെ വിളിക്കാറുണ്ട് അല്ലേ? സ്നേഹിക്കുന്ന ആൾക്കാരെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ കരളെന്ന് പറയുന്ന അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്ന ഓർഗനാണ്. ഇറ്റ് ഈസ് ദ ഓൺലി ഓർഗൻ വിച്ച് ക്യാൻ റീജനറേറ്റ്. അതായത് നമ്മുടെ കരളിൻ്റെ ഒരു ഭാഗം പോയാലും വീണ്ടും വളർന്നു വരുന്ന ഒരു അവയവമാണ് കരൾ. കരളിന് മാത്രമേ ആ പ്രത്യേകത ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അല്ലേ ഈ കരളെ എന്ന് വിളിക്കുന്നത്? ശരിയല്ല. മറ്റൊന്ന്, കരളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം ആദ്യം ബാധിക്കുന്നത് കരളിനെയാണ്. നമ്മൾ ഇഷ്ടം പോലെ പാരസെറ്റമോൾ കഴിക്കുന്നു, നമ്മൾ വെള്ളം അടിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കരളിനൊരു ജോലിയുണ്ട്, മാലിന്യ സംസ്കരണശാല. അതായത് അതിനകത്തെ സാധനങ്ങളെയൊക്കെ മാലിന്യങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ നശിപ്പിക്കുന്നതിന് നമ്മൾ എക്സ്ട്രാ പണി കൊടുത്താൽ എന്തായി? അത് നമുക്കും പണി തരും. അങ്ങനെ വരുന്ന അസുഖങ്ങൾ പലതും ഉണ്ടല്ലേ. കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. അതുപോലെ കരളിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുള്ള സാധനമാണ് കരൾ സ്രവിപ്പിക്കുന്നതാണ് പിത്തരസം അഥവാ ബൈൽ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള വലിയ കൊഴുപ്പിനെ ചെറിയ കൊഴുപ്പാക്കി മാറ്റുന്ന എമൽസിഫിക്കേഷൻ എന്ന പ്രക്രിയ ചെയ്യാൻ തീർച്ചയായിട്ടും കരളുണ്ടാക്കുന്ന ഈ പറഞ്ഞ എന്ത് വേണം? പിത്തരസം അല്ലെങ്കിൽ ബൈൽ വേണം. ഇങ്ങനെ കരളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, മദ്യപാനം ആദ്യമായിട്ട് ബാധിക്കുന്നതാണ്, മാലിന്യ സംസ്കരണശാല എന്ന് പറയുന്നു, നമുക്കൊരിക്കലും റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓർഗനാണ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു അല്ലെ, ഹെപ്പാറ്റോ എന്ന വാക്ക് കരളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഹെർപ്പറ്റോളജി എന്താണ്? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.